പ്രിയപ്പെട്ടവരെ, കുറ്റം, കുറ്റവാളി തുടങ്ങിയ പദങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിക്കാത്തവരെ കുറ്റവാളി എന്ന ഭരണകൂടം മുദ്രകുത്തുന്നു. അവരെ അറസ്റ്റ് ചെയ്യുന്നു, ജയിലിലടയ്ക്കുന്നു, വിചാരണ ചെയ്യുന്നു. അപ്പോൾ കുറ്റം, കുറ്റവാളി എന്നീ പദങ്ങൾക്ക് പകരമായിട്ട് വിശുദ്ധ ബൈബിളിൽ കാണുന്ന മറ്റൊരു വാക്കാണ് പാപി, പാപം എന്നുള്ളത്. ലോകത്തിലെ ഗവൺമെന്റുകളുടെ നിയമങ്ങളെ ലംഘിക്കുന്ന ആളുകളെ കുറ്റവാളി എന്ന് പറയുന്നത് പോലെ ദൈവിക നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് പറയുന്ന വാക്കാണ് പാപി എന്ന് പറയുന്നത്. ദൈവം മനുഷ്യന് നിയമങ്ങൾ നൽകിയിട്ടുള്ളത് പാലിക്കാൻ മനുഷ്യൻ ബാധ്യസ്ഥനാണ്. ലോകത്തിൽ ഈ ഭൂമിക്ക് ദൈവം ചില നിയമങ്ങൾ നൽകിയിട്ടുണ്ട്. ആ നിയമങ്ങൾ ഭൂമി പാലിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു എന്ന് നമുക്കറിയാം. ആ കറക്കം ഇന്നുവരെ ഭൂമി നിർത്തിയിട്ടില്ല. എത്രയോ സഹസ്രാബ്ദങ്ങളായിട്ട് അതിന്റെ അച്ചുതണ്ടിൽ നിശ്ചിത ഡിഗ്രി സെന്റിഗ്രേഡ് ചരിഞ്ഞ് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് വിധത്തിൽ ഭൂമി കറങ്ങുന്നുണ്ട്. അതിന്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതോടൊപ്പം ഒരു ടേബിൾ ഫാൻ പോലെ ഭൂമി രണ്ടാമതും കറങ്ങുന്നു. അത് സൂര്യനെ വലം വയ്ക്കുകയാണ്. ഇന്നുവരെയും ഭൂമി അതിൽ മടി കാണിച്ചിട്ടില്ല. ദൈവം പറഞ്ഞത് അതുപോലെ അനുസരിച്ചുകൊണ്ട് ഭൂമി അത് നിർവഹിക്കുകയാണ്. സമുദ്രത്തിന് ദൈവം അതിർ പിരിച്ചിട്ടുണ്ട്. അത് ഇട്ടിരിക്കുന്നത് മണൽ കൊണ്ടാണ് അതിരിട്ടിരിക്കുന്നത്. ചിലപ്പോഴൊക്കെ കടൽക്കല്ലുകൾ, മനുഷ്യന്റെ പൊക്കമുള്ള കോൺക്രീറ്റ് തൂണുകളൊക്കെ കടലിൽ കൊണ്ടിടാറുണ്ടെന്നാൽ സുനാമി വന്നപ്പോൾ അതെല്ലാം അടിച്ചു വീണ്ടും വെള്ളത്തിൽ പോയി. എന്നാൽ ദൈവം ഇട്ടിരിക്കുന്ന മണൽത്തരികൾ അവിടെ ഇപ്പോഴുമുണ്ട്. അപ്പോൾ ഇവിടം വരെ വരാവൂ എന്ന് പറഞ്ഞ് മണൽ കൊണ്ട് സമുദ്രത്തിന് അതിരിട്ടിരിക്കുന്ന സമുദ്രം അതനുസരിക്കുകയാണ്. അപ്പോൾ ഭൂമി അനുസരിക്കുന്നു. ഭൂമി ദൈവത്തെ അനുസരിക്കുന്നതുകൊണ്ട് അത് സ്വയം കറങ്ങുന്നത് കൊണ്ടാണ് രാവും പകലും ഉണ്ടാകുന്നത്. ഭൂമി ദൈവത്തെ അനുസരിക്കാതിരിക്കുക, ഇവിടെ തന്നെ നിൽക്കുക എന്ന് കരുതുക. രാത്രി വരുന്നില്ല. രാത്രി വരാതെ പകല് 24 മണിക്കൂറും പകലാണെങ്കിൽ മനുഷ്യർക്ക് ഭ്രാന്ത് പിടിക്കും. അപ്പോൾ ദൈവം പറഞ്ഞതെല്ലാം അനുസരിക്കുകയാണ്. ഈ പ്രപഞ്ചം അനുസരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ നിയമങ്ങൾ മനുഷ്യൻ അനുസരിക്കേണ്ടതായിട്ടുണ്ട്. അതനുസരിക്കാതെ വരുമ്പോഴാണ് അവൻ പാപിയായി തീരുന്നത്. മനുഷ്യന്റെ പാപത്തിന്റെ ഉത്ഭവം മനുഷ്യരിലായിരുന്നില്ല, ദൂതന്മാരിലായിരുന്നു. ദൂതഗണങ്ങളിൽ ഒന്നായ ഒരു ദൂതനായ അരുണോദയപുത്രൻ ദൈവത്തോട് പാപം ചെയ്ത് ആ ദൈവത്തിനെതിരായിട്ട് സംസാരിച്ച നിമിത്തം, പ്രവർത്തിച്ച നിമിത്തം, ദൈവത്തിന്റെ സിംഹാസനത്തെ ധിക്കരിച്ച നിമിത്തം ദൈവം അവനെ വെട്ടിക്കളയുവാനിടയായി. അങ്ങനെ അവൻ പിശാചായിട്ട് മാറുവാനിടയായി. അങ്ങനെ ദൈവം ദൂതനെ കൊടുത്ത സ്ഥലത്ത് നിന്ന് അവനെ തള്ളിക്കളഞ്ഞിട്ട് മനുഷ്യനെ ആ സ്ഥാനത്താക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. പിശാച് ആ ദൈവിക പദ്ധതിയെ തകർക്കുവാൻ വേണ്ടി മനുഷ്യന്റെ അടുക്കൽ വന്ന മനുഷ്യനെ കൊണ്ട് തെറ്റ് ചെയ്യിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റുവാനിടയായി. അങ്ങനെ പാപം ചെയ്ത മനുഷ്യൻ നരക കവാടത്തിലേക്ക് നടന്നു പോകുന്നത് കണ്ട് സുഖം തോന്നിയ ദൈവത്തിന് മനുഷ്യനെ രക്ഷിക്കണം എന്ന് ആഗ്രഹം തോന്നി. അങ്ങനെയാണ് യേശു തമ്പുരാനെ ഈ ഭൂമിയിലേക്ക് അയക്കുവാനിടയായത്. പാപത്തിന്റെ ഒരു ലക്ഷണം അതൊരു സാംക്രമിക രോഗം പോലെയാണ്. ചില രോഗങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരുന്നത് പോലെ പാപം തലമുറകളിലേക്ക് പകരുന്നു. എയ്ഡ്സ് എന്നൊരു രോഗമുണ്ട്. 1972 ആ രോഗം കണ്ടുപിടിക്കപ്പെട്ടത്. മനുഷ്യന്റെ പ്രതിരോധ ശേഷിയെ നശിപ്പിക്കുകയാണ് എയ്ഡ്സ് എന്ന രോഗം ചെയ്യുന്നത്. 3 വിധത്തിൽ മാത്രമേ എയ്ഡ്സ് പകരുന്നുള്ളൂ. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരാം, രക്തദാനം സ്വീകരിക്കുന്നത് വഴി പകരാം, ജീവിത പങ്കാളിയിലേക്ക് എയ്ഡ്സ് പകരാം. വഴിപിഴച്ച മനുഷ്യന്റെ ജീവിതത്തിൽ നിന്നാണ് എയ്ഡ്സ് ഉത്ഭവിക്കുവാനിടയായി തീർന്നത്. മനുഷ്യന്റെ ദുർമാർഗ ജീവിതത്തിന് ദൈവം കൊടുത്ത ശക്തമായ ചൂരൽ പ്രഹരമാണ് എയ്ഡ്സ് എന്ന രോഗം. തലമുറകളിലേക്ക് എയ്ഡ്സ് എന്ന രോഗം പകരുന്നു. ഇതുപോലെ പാപം തലമുറകളിലേക്ക് പകരുകയാണ്. ഒരു സാംക്രമിക രോഗം പോലെ തലമുറകളിലേക്ക് പകരുകയാണ്.
മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത് കൊണ്ടല്ല അവൻ പാപിയായിത്തീരുന്നത്, അവൻ പാപിയായതുകൊണ്ടാണ് മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത്. വിവിധ തരത്തിൽ മോഷ്ടാക്കൾ വീടുകൾ കൊള്ളയടിക്കാറുണ്ട്. വീടുകൾ കൊള്ളയടിക്കുന്ന മോഷ്ടാക്കൾ അത് മാറ്റിയിട്ട് ഇപ്പോൾ കടകൾ കൊള്ളയടിക്കാനായിട്ട് തുടങ്ങി. കടകൾ കൊള്ളയടിച്ചു മടുത്തപ്പോൾ പള്ളികളുടെയും അമ്പലങ്ങളുടെയും കാണിക്ക വഞ്ചികൾ അവർ കൊള്ളയടിക്കാൻ തുടങ്ങി. അതും അവർക്ക് ബോറായി തോന്നിയപ്പോൾ ATM കൗണ്ടർ കൊള്ളയടിക്കാൻ തുടങ്ങി. ഇപ്പോൾ ആ സ്റ്റൈല് മാറി ബാങ്ക് തന്നെ കൊള്ളയടിക്കുന്ന രീതിയിലേക്ക് വന്നു. എന്താണ് ഇതിന്റെയൊക്കെ കാരണം? മനുഷ്യനിലെ പാപമാണ് ഈ തരത്തിലേക്ക് അവനെ കൊണ്ടുപോകാനിടയായിത്തീരുന്നത്. പാപം മനുഷ്യന്റെ സമസ്ത മണ്ഡലത്തെയും ബാധിക്കുന്നു, അവന്റെ ജീവിതത്തെ തന്നെ തകർക്കുന്നു, അവന് നിത്യനരകത്തിന് ഓഹരിക്കാരനായിട്ട് തീരുവാനിടയായിത്തീരുന്നു. അപ്പോൾ പാപത്തിന്റെ ഒരു ലക്ഷണമാണ്, അതൊരു സാംക്രമിക രോഗമാണെന്നുള്ളത് പാപത്തിന്റെ ലക്ഷണമാണ്. പാപത്തിന്റെ മറ്റൊരു ലക്ഷണമാണ് അത് ആകർഷണമാണ്. പാപത്തിന്റെ മറ്റൊരു ഭാഗം, പാപം ഏറ്റവും മനുഷ്യനെ ആകർഷിക്കുന്നു, ഏറ്റവും നല്ലതായിട്ട് അവന് തോന്നുന്നു. അത് തുടരുത് എന്ന് പറഞ്ഞാൽ അത് അവന് നല്ലതായിട്ട് തോന്നുന്നു. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, നിങ്ങൾ മനുഷ്യർക്ക് മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ചോദിക്കാൻ കാരണം നമ്മുടെ നാട്ടിലെ തേളിന്റെ നിറം കറുപ്പാണ്. എന്നാൽ പാലസ്തീൻ നാട്ടിൽ യേശുക്രിസ്തു സഞ്ചരിച്ച നാട്ടിലെ തേളിന്റെ നിറം വെളുപ്പാണ്. ആ തേള് വിശ്രമിക്കുന്നത് റൗണ്ടായിട്ട് കിടന്നാണ്. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഒരു മുട്ടയാണെന്നേ തോന്നുന്നു. ഒരു വെള്ള മുട്ട റൗണ്ടായിട്ട് കിടക്കുന്നതായിട്ട്, അതുപോലെ ഉരുണ്ട് കിടക്കാൻ അതിനറിയാം. ചെറിയ കുഞ്ഞ് അത് മുട്ടയാണെന്ന് കരുതി എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പോളെ അത് അതിന് വിഷമുള്ള വാലുകൊണ്ട് കുത്തുവാനിടയായിത്തീരും. ഇതുപോലെയാണ് പാപം. അത് കാണുമ്പോൾ വളരെ ഭംഗിയായിട്ട് തോന്നും, അത് മനുഷ്യനെ കൈമാടി വിളിക്കും. ലോകമായയിൽ കുടുങ്ങാതെ കണികളിൽ പതിക്കാതെ മനുജ, കാലം പാഴാക്കി കളയല്ലേ സഹജ, കാലം പാഴാക്കി കളയല്ലേ സഹജ. ലോകത്തിന്റെ മായയിൽ കുടുങ്ങരുത് പ്രിയപ്പെട്ടവരെ. അത് നമ്മളെ അവസാനം നോക്കൂ, കഴിഞ്ഞ ദിവസം ഒരു ഗെയിം, ഒരു 3 കുട്ടികൾ, നോക്കണേ പൊന്നെ പൊടിയെന്ന് ഒരു അപ്പനും അമ്മയും വളർത്തിക്കൊണ്ടുവന്ന 3 മക്കളാണ്. ഓൺലൈൻ ഗെയിം, ഫോണിൽ കാണുന്ന ആ ഗെയിം, അത് തുടർച്ചയായിട്ട് കളിക്കാൻ പിതാവ് അനുവദിക്കാതെ ഫോൺ വാങ്ങി വെച്ചു. കുട്ടികൾ, പഠിക്കേണ്ട കുട്ടികൾ എപ്പോഴും ഗെയിം കളിച്ചുകൊണ്ടിരുന്നാൽ എന്താ? ഗെയിം കളിക്കുന്നവന്റെ ജീവിതം പോവുകയാണ്. നല്ല ആമ്പിള്ളാര് ക്രിക്കറ്റ് കളിച്ച് മിടുക്കന്മാരാകുമ്പോൾ, നല്ല ആമ്പിള്ളാര് ഫുട്ബോളും വോളിബോളും കളിച്ച് കേരളത്തിന്റെ ടീമിൽ കയറി, ഇന്ത്യയുടെ ടീമിൽ കയറി രാജ്യങ്ങളോട് മത്സരിക്കുമ്പോൾ, ബുദ്ധിയില്ലാത്തവൻ ഫോണിൽ കയറി ഗെയിം കളിക്കും. അത് അവന്റെ ജീവിതം കൊണ്ടേ പോകുള്ളൂ. അങ്ങനെ ഫോണിൽ കയറി ഗെയിം കളിക്കുന്നവന് കായികമായ പ്രയോജനം ഉണ്ടാകുന്നില്ല. ക്രിക്കറ്റോ ഫുട്ബോളോ വോളിബോളോ കളിക്കുന്ന ആളിന് ശരീരത്തിന് പ്രയോജനം ഉണ്ടാകുന്നു, മറ്റേതുകൊണ്ട് കാര്യമായ പ്രയോജനം ഉണ്ടാകുന്നില്ല. ഒരു 10 മിനിറ്റൊക്കെ കളിക്കുകയാണെങ്കിൽ പോട്ടെ, മണിക്കൂറുകൾ കളിച്ചാലോ ദിവസം മുഴുവൻ ഗെയിമായിട്ടിരുന്നാലോ അങ്ങനെ ഭ്രാന്തന്മാരായിട്ടുള്ള ആളുകളെ എനിക്കറിയാം. ഞങ്ങളൊരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീടിനുള്ളിൽ അനക്കം കേൾക്കുന്നു. ആ വീട്ടുകാരൻ സങ്കടത്തോടെ പറഞ്ഞു, പാസ്റ്ററെ തെറ്റിദ്ധരിക്കരുത്, അകത്ത് മകനാണ്, തുറന്നു വിടാൻ നിവൃത്തിയില്ല, അവനെ ഇങ്ങനെ സംഭവിച്ചിരിക്കുകയാണ്. എന്നവൻ എന്താണ് ചെയ്യുന്നത് എനിക്കറിയാൻ പാടില്ല. നോക്കണേ, ഗെയിം എവിടെ കൊണ്ടുചെല്ലുന്നു മനുഷ്യനെ. അപ്പോൾ 3 കുട്ടികൾ, 3 സഹോദരിമാർ, അവർ ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ജീവനൊടുക്കുവാനിടയായി. ഒരു വീട്ടിലെ 3 കുട്ടികൾ, നിങ്ങളെല്ലാം പത്രത്തിൽ വായിച്ചു. അപ്പോൾ നോക്കണം, കേവലം ഗെയിമാണ്. വല്ല ദോഷവും ചെയ്യുമോ? ഒരു ദോഷവും ചെയ്യില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ ആ കുടുംബത്തിലെ 3 കുട്ടികളില്ലാതെ ആയിപ്പോയില്ലേ? ആ മാതാപിതാക്കൾക്ക് മക്കളെ ഇല്ലാതെ ആയിപ്പോയില്ലേ? ഇതുപോലെയാണ് പാപം മനുഷ്യനെ ആകർഷിക്കുന്നു. അത് ഏറ്റവും ആകർഷണീയമായിട്ട് അവന് തോന്നുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പാപത്താൽ ആകർഷിക്കപ്പെടാതെ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടേണ്ട ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, രക്ഷപ്പെടാൻ വേണ്ടി കർത്താവിന്റെ കരങ്ങളിലേക്ക് അടുത്തു വന്നാൽ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. മധ്യപ്രദേശിലെ പ്രധാനപ്പെട്ട 2 നദികളാണ്
നർമ്മദ, തപ്തി എന്നീ നദികൾ.